നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആർട്ടിനെ പറ്റിയിട്ടുള്ളതാണ്, കലയെ പറ്റിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ചാപ്റ്ററിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ടൈൽ എന്ന് പറയുന്ന ഒരു ചിത്രകാരനായിരുന്നു. അങ്ങനെ അദ്ദേഹം ചിത്രം വരയ്ക്കാതെ ഒരു കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു കഥയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടിയും ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു ബോയിയുടെ കഥയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജപ്പാനീസ് നാടോടി കഥയാണ്, ഒരു ഫോക്ക് ടെയിലാണ്, ഒരു ജാപ്പനീസ് ഫോക്ക് ടെയിലാണിത്. അപ്പോൾ കഥയുടെ പേര് ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ് എന്നുള്ളതാണ്. ദ ബോയ്, ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ബോയ്. ഒരു ബോയിയുടെ കഥയാണ്, ഒരു ആൺകുട്ടിയുടെ കഥയാണ്. ആൺകുട്ടിയുടെ പ്രത്യേകത ഇതാണ്, ഹൂ ഡ്രൂ ക്യാറ്റ്സ്, ഹൂ ഹാഡ് എ ഹാബിറ്റ് ഓഫ് ഡ്രോയിങ് ക്യാറ്റ്സ്. അതായത് പൂച്ചകളെ വരച്ച ആൺകുട്ടി, പൂച്ചകളെ വരയ്ക്കുന്ന സ്വഭാവമുണ്ടായിരുന്ന ഒരു പയ്യൻ്റെ കഥയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. എ ലോങ് ടൈം എഗോ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, പണ്ട് ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ, ജപ്പാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ദർ ലിവ്ഡ് എ പുവർ ഫാർമർ ആൻഡ് ഹിസ് വൈഫ്. അവിടെ ആര് ജീവിച്ചിരുന്നു? എ പുവർ ഫാർമർ ആൻഡ് ഹിസ് വൈഫ്, ഒരു പാവപ്പെട്ട കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. ഹു വെർ വെരി ഗുഡ് പീപ്പിൾ, അവർ നല്ല ആൾക്കാരായിരുന്നു. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ, ഒരുപാട് മക്കൾ അവർക്കുണ്ടായിരുന്നു. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ, ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, അവർ പാവപ്പെട്ട കർഷകരായിരുന്നത് കൊണ്ട് തന്നെ ഈ മക്കളെ എല്ലാവരെയും പോറ്റാനായിട്ട് അവർ നന്നേ പാടുപെട്ടിരുന്നു. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years old ടു ഹെൽപ്പ് ഹിസ് ഫാദർ. ദ എൽഡർ സൺ, അതിൽ ഏറ്റവും മൂത്ത പുത്രൻ, വാസ് സ്ട്രോങ് ഇനഫ്, നല്ല ആരോഗ്യദൃഢഗാത്രനായിട്ടുള്ളൊരു ആളാണ്. വെൻ ഓൺലി 14 years old, 14 വയസ്സായപ്പോൾ തന്നെ നല്ല ആരോഗ്യദൃഢഗാത്രനായിട്ടുള്ളൊരു പുരുഷനായിട്ട് അവൻ മാറിയിരുന്നു. ടു ഹെൽപ്പ് ഹിസ് ഫാദർ, അവൻ ആ ഏറ്റവും മൂത്ത പുത്രൻ അച്ഛനെ എന്ത് ചെയ്തു, ജോലിയിലേക്ക് സഹായിച്ചു. കാരണം എന്താണ്, അവന് നല്ലൊരു സ്ട്രോങ് ഫിസിക് ഉണ്ടായിരുന്നു, നല്ലൊരു ആരോഗ്യദൃഢഗാത്രമായിട്ടുള്ള ഒരു ഫിസിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അച്ഛനെ ജോലിയിലേക്ക് സഹായിച്ചു. And the little girls learned to help their mother almost as soon as they could walk. അപ്പോൾ ഏറ്റവും മൂത്ത പുത്രൻ അച്ഛനെ സഹായിക്കാനും പോയി. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ്, ചെറിയ പെൺകുട്ടികളാണെങ്കിലോ, ലേൺഡ് ടു ഹെൽപ്പ് ദെയർ മദർ, അമ്മയെ സഹായിക്കാനായിട്ട് നിന്നു. എപ്പോൾ മുതൽ? ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്, അവർ പറക്കമുറ്റിയത് മുതൽ. നമ്മൾ സാധാരണ മലയാളത്തിൽ അങ്ങനെ പറയാറുണ്ട്, പറക്കമുറ്റിയത് മുതൽ. അതായത് അവർ നടക്കാൻ തുടങ്ങിയത് മുതൽ എന്ത് ചെയ്തു, അമ്മയെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്തു, നിന്നു. But the youngest child, a little boy, did not seem to be fit for hard work. പക്ഷേ ഇവരിലെല്ലാവരിലും ഏറ്റവും ഇളയ ഒരു പയ്യനുണ്ടായിരുന്നു. ദ യങ്ങസ്റ്റ് ചൈൽഡ്, അവരുടെ ഏറ്റവും ഇളയ കുട്ടി, എ ലിറ്റിൽ ബോയ്, ഒരു പയ്യൻ, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവനെ കൊണ്ട് ഹാർഡ് വർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മൂത്ത മകൻ ചെയ്യുന്നത് പോലെ കഠിനമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാനുള്ള ശാരീരിക ശേഷി അവനില്ല. ഹി വാസ് വെരി ക്ലവർ, പക്ഷേ അവനൊരു ഗുണമുണ്ടായിരുന്നു. ഹി വാസ് വെരി ക്ലവർ, അവൻ നല്ല ബുദ്ധിശാലിയായിരുന്നു, സൂത്രശാലിയായിരുന്നു. ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവൻ്റെ മറ്റ് സഹോദരങ്ങളെക്കാളെല്ലാം തന്നെ, ബ്രദേഴ്സിനേക്കാളും സിസ്റ്റേഴ്സിനേക്കാളും തന്നെ അവൻ എന്തായിരുന്നു, സൂത്രശാലിയും ബുദ്ധിശാലിയുമായിരുന്നു. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ, പക്ഷേ അവൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ശാരീരികപരമായി ഹി വാസ് ക്വൈറ്റ് വീക്ക്, അവൻ ദുർബലനായിരുന്നു. ആൻഡ് സ്മോൾ, അവനാണെങ്കിൽ തീരെ ചെറുതുമായിരുന്നു. ശരീരത്തിനും വലിപ്പമില്ല, വലിയ ആരോഗ്യമില്ല, പക്ഷേ ബുദ്ധിയാണെങ്കിലോ അതിസാമർഥ്യമുണ്ട്. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. ഇവനെ കാണുന്ന ആളുകളൊക്കെ മിക്കവാറും പറയാറുണ്ടായിരുന്നു, എന്താണ്, ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്, ഇവൻ അധികമൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വളരാനായിട്ട് പോകുന്നില്ല, വളർന്ന് നല്ല രോഗദൃഢഗാത്രനായിട്ട് മാറാനൊന്നും പോകുന്നില്ല എന്ന ആളുകൾ ഇവനെ കണ്ടിട്ട് പറയുമായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞനായിരുന്നു നമ്മുടെ ലിറ്റിൽ ബ്രദർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിറ്റിൽ ബോയ്. സോ അതുകൊണ്ട് തന്നെ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാർമർ. അപ്പോൾ ഇവൻ ഇങ്ങനെ ശാരീരികപരമായിട്ട് വല്ലാത്ത ക്ഷീണം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ പാരൻസ് ഒരു തീരുമാനമെടുത്തു. ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ്, ഇവനെ ഒരു പ്രീസ്റ്റാക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂജാരി, അമ്പലത്തിലേക്ക് പൂജാരിയാണെന്ന് പറയുന്നത് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അമ്പലത്തിലെയോ പള്ളിയിലെയോ ക്രിസ്ത്യൻ പള്ളിയിലെയോ ഒക്കെ കർമ്മിയെയാണെന്തെന്ന് പറയുന്നത് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. സോ his parents decided to make him a priest
റാദർ ദാൻ ടു മേക്ക് ഹിം എ ഫാർമർ. അപ്പോൾ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ഒരു ഫാർമറായിട്ട് മാറുന്നതിനേക്കാൾ, അതായത് ഒരു കർഷകനായിട്ട് മാറുന്നതിനേക്കാൾ ഈവൻ ഒരു പ്രീസ്റ്റായിട്ട് മാറുന്നതാണ് നല്ലത് എന്ന് ആർക്ക് തോന്നി? അവൻ്റെ പാരൻസിന് തോന്നി. സോ അങ്ങനെ ദേ ടുക്ക് ഹിം വിത്ത് ദം ടു ദ വില്ലേജ് ടെമ്പിൾ. അങ്ങനെ അവർ അവനെയും കൂട്ടി ആ ഗ്രാമത്തിലെ ഒരു അമ്പലത്തിലേക്ക് എന്ത് ചെയ്തു? പോയി. And asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. അങ്ങനെ ഒരു ദിവസം തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോയതിന് ശേഷം ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ്, അവിടെയുള്ള വൃദ്ധനായിട്ടുള്ള പൂജാരിയോട് ഇങ്ങനെ ചോദിച്ചു, അവിടെ ജീവിച്ചിരുന്ന പൂജാരിയോട് ഇങ്ങനെ ചോദിച്ചു, ഇഫ് ഹി വുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് ആക്വലൈറ്റ്. ആക്വലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ എന്നാണ് ആക്വലൈറ്റിൻ്റെ അർത്ഥം. തങ്ങളുടെ മകനെ താങ്കൾ ശിഷ്യനായിട്ട് സ്വീകരിക്കുമോ എന്ന് ഈ പാരൻസ് ആരോട് ചോദിച്ചു? അമ്പലത്തിലെ പ്രീസ്റ്റിനോട് എന്ത് ചെയ്തു? ചോദിച്ചു. എന്നിട്ട് ഇതുകൂടി പറഞ്ഞു, ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓട്ട് ടു നോ. ഒരു പ്രീസ്റ്റ്, അതായത് ഒരു അമ്പലത്തിലെ പൂജാരി എന്തൊക്കെ വിധികൾ അറിഞ്ഞിരിക്കണമോ ആ വിദ്യകളെല്ലാം തന്നെ ഇവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് പാരൻസ് ആരോട് ചോദിച്ചു? അമ്പലത്തിലെ പൂജാരിയോട് ചോദിച്ചു. അപ്പോൾ ദ ഓൾഡ് പ്രീസ്റ്റ്, നമ്മുടെ വൃദ്ധനായിട്ടുള്ള ആ പുരോഹിതൻ, സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. ലാഡ് മീൻസ് ബോയ്. ആ പയ്യനോട് വളരെ കരുണയോടുകൂടി, വളരെ സംയമനത്തോടുകൂടി എന്ത് ചെയ്തു? സംസാരിച്ചു. വളരെ മൃദുവായിട്ട് അവനോട് സംവദിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. അവനോട് നല്ല ബുദ്ധിമുട്ടേറിയ ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്തു? ചോദിക്കുകയും ചെയ്തു. സോ ക്ലെവർ വെർ ദി ആൻസേഴ്സ് ദാറ്റ് ദ പ്രീസ്റ്റ് എഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ടു ദ ടെമ്പിൾ ആസ് ആൻ ആക്വലൈറ്റ്. പ്രീസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ സോ ക്ലെവർ വെർ ദി ആൻസേഴ്സ്, അവൻ കൊടുത്ത മറുപടികളെല്ലാം തന്നെ ബുദ്ധിപരമായിട്ടുള്ള മറുപടികളായിരുന്നു. ദാറ്റ് ദ പ്രീസ്റ്റ് എഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ടു ദ ടെമ്പിൾ ആസ് ആൻ ആക്വലൈറ്റ്. അങ്ങനെ നമ്മുടെ ലിറ്റിൽ ഫെലോയെ, ആ പയ്യനെ തൻ്റെ ശിഷ്യനാക്കാം, തൻ്റെ ആക്വലൈറ്റാക്കി മാറ്റാം എന്ന് ആര് തീരുമാനിക്കുകയും ചെയ്തു? നമ്മുടെ പ്രീസ്റ്റ് തീരുമാനിക്കുകയും ചെയ്തു. അവനെ അമ്പലത്തിനുള്ളിലേക്ക് എന്ത് ചെയ്യുകയും ചെയ്തു? കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യത്തിന് വേണ്ടതെല്ലാം അവന് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുകയും ചെയ്തു? അവനെ അമ്പലത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതായത് നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് അതായത് വില്ലേജിലെ ആ ടെമ്പിളിലെ പ്രീസ്റ്റ് ഈ കുട്ടിയെ ആക്വലൈറ്റായിട്ട്, ശിഷ്യനായിട്ട് എന്ത് ചെയ്തു? സ്വീകരിച്ചു. The boy learned quickly what the old priest taught him and was very obedient in most things. The boy learned quickly what the old priest taught him. Taught എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത് എന്നാണ് അർത്ഥം കേട്ടോ. പഠിപ്പിക്കുക, ടീച്ചിൻ്റെ പാസ്റ്റാണ് ടോട്ട്. ഓൾഡ് പ്രീസ്റ്റ് എന്തൊക്കെ അവനെ പഠിപ്പിച്ചുവോ അതെല്ലാം തന്നെ ദ ബോയ് ലേൺഡ് ക്വിക്ക്ലി, വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്തു? ബോയ് എന്ത് ചെയ്തു? പഠിച്ചെടുത്തു. കാരണം അവൻ വളരെ ക്ലവറാണ്. ആൻഡ് മാത്രമല്ല വാസ് വെരി ഒബീഡിയൻ്റ് ഇൻ മോസ്റ്റ് തിങ്സ്, മിക്ക കാര്യങ്ങളിലും വളരെ അനുസരണാശീലമുള്ള ഒരു പയ്യനുമായിരുന്നു. വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, നല്ല അച്ചടക്കമുള്ള, അനുസരണാശീലമുള്ള ഒരു പയ്യനുമായിരുന്നു അവനെന്ന് പറഞ്ഞാൽ. പക്ഷേ ഹി ഹാഡ് എ ഫോൾട്ട് ഇൻ ഹിസ് ബിഹേവിയർ. അവൻ്റെ സ്വഭാവത്തിൽ അവനൊരു പാളിച്ചയുണ്ടായിരുന്നു, ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്താണ്? ഹീ ലൈക്ഡ് ടു ഡ്രോ ക്യാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. പഠിക്കുന്ന സമയങ്ങളിൽ അവന് പൂച്ചയെ വരയ്ക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഹീ ലൈക്ഡ് ടു ഡ്രോ ക്യാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്, പഠിക്കുന്ന സമയത്ത് പോലും. ആൻഡ് ടു ഡ്രോ ക്യാറ്റ്സ് ഈവൻ വെയർ ക്യാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. അവൻ എവിടെയൊക്കെ ക്യാറ്റിനെ വരയ്ക്കുമായിരുന്നു എന്നറിയാമോ? ടു ഡ്രോ ക്യാറ്റ്സ് ഈവൻ വെയർ ക്യാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ആൾ. പൂച്ചയെ വരയ്ക്കേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ പോലും, വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും എന്ത് ചെയ്യുമായിരുന്നു? പൂച്ചയുടെ ചിത്രം അവൻ എന്ത് ചെയ്യുമായിരുന്നു? വരയ്ക്കുമായിരുന്നു. ഹി വാസ് ഒബ്സസ്ഡ് വിത്ത് ഡ്രോയിങ് ക്യാറ്റ്സ്. പൂച്ചയുടെ ചിത്രം വരയ്ക്കുന്നതിൽ വല്ലാത്ത അഭിനിവേശം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ. വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ, അവൻ എലോണായിട്ട് മീൻസ് ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഹീ ഡ്രൂ ക്യാറ്റ്സ്, അവൻ എന്തിനെ വരച്ചുകൊണ്ടേയിരുന്നു? പൂച്ചകളുടെ ചിത്രം വരച്ചു കൂട്ടിക്കൊണ്ടേയിരുന്നു. ഹീ ഡ്രൂ ദം ഓൺ ദി മാർജിൻസ് ഓഫ് ദ പ്രീസ്റ്റ് ബുക്സ്. അവൻ എവിടെയൊക്കെ പൂച്ചകളെ വരയ്ക്കുമായിരുന്നു എന്നറിയാമോ? പ്രീസ്റ്റിൻ്റെ, അതായത് നമ്മളെ അമ്പലത്തിലെ ആ ഒരു പ്രീസ്റ്റ് ഉണ്ടല്ലോ, പുരോഹിതനുണ്ടല്ലോ, അവൻ്റെ ഗുരു, ആ ഗുരുവിൻ്റെ ബുക്കിൻ്റെ മാർജിനിലെല്ലാം പൂച്ചകളെ വരച്ചു. ആൻഡ് ഓൺ ഓൾ ദി സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ, അമ്പലത്തിൽ കാണുന്ന വലിയ സ്ക്രീൻസ്,
അതായത് ഭിത്തികളിലും തിരശീലയിലുമെല്ലാം അവൻ എന്ത് ചെയ്തു, പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചു. ആൻഡ് ഓൺ ദ പില്ലേഴ്സ്, അമ്പലത്തിലെ തൂണുകളിലുമൊക്കെ അവൻ എന്ത് വരച്ചു, പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചു. ഇത് കണ്ടിട്ട്, ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടിട്ട്, സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്, ദിസ് വാസ് നോട്ട് റൈറ്റ്, ഇത് ശരിയല്ല എന്ന് ഒരുപാട് തവണ, സെവറൽ ടൈംസ്, ഒരുപാട് തവണ എന്ത് ചെയ്തു, നമ്മുടെ പ്രീസ്റ്റ് അവനോട് എന്ത് ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല, ഈ സ്വഭാവം മാറ്റണമെന്ന്. ബട്ട് ഹീ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് ക്യാറ്റ്സ്, പക്ഷേ പൂച്ചകളെ വരയ്ക്കുന്ന ആ ഒരു ഉദ്യമത്തിൽ നിന്ന് അവൻ പിന്മാറിയതേയില്ല. അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു, തുടർന്നു കൊണ്ടേയിരുന്നു. ഹീ ഡ്രീവ് ദം ബിക്കോസ് ഹീ കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. കാരണം എന്താണെന്നറിയാമോ അവൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം? ഹീ കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവനത് നിർത്താൻ കഴിഞ്ഞില്ല, ആ സ്വഭാവം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, വിടാൻ കഴിഞ്ഞില്ല. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം, പക്ഷേ ഇവിടെ സഹായിക്കുക എന്നുള്ളൊരർത്ഥമല്ല ഉള്ളത്. ഹീ ഡ്രീവ് ദം, അവൻ പൂച്ചകളെ വരച്ചു. കാരണം എന്താണ്? ബിക്കോസ് ഹീ കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്, മീൻസ് ഹീ കുഡ് നോട്ട് റിയലി ഹെൽപ്പ് സ്റ്റോപ്പിംഗ് ഇറ്റ്. അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ആ പൂച്ചകളെ വരയ്ക്കുന്ന സ്വഭാവം നിർത്താനേ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വരച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അവന് എന്ത് ക്വാളിറ്റിയാണ് ഉണ്ടായിരുന്നതെന്നറിയാമോ? ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഒരു കലാകാരൻ്റെ കരവിരുതാണ് അവനുണ്ടായിരുന്നത് എന്ന് നമ്മുടെ കഥയിൽ പറയുകയാണ്. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ, അതേ കാരണം കൊണ്ട് തന്നെ, അവനൊരു കലാകാരൻ്റെ കരവിരുത് ഉള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ, ഹി വാസ് നോട്ട് ക്വയറ്റ് ഫിറ്റ് ടു ബി ആൻ ആക്വലൈറ്റ്. അവൻ എന്തിന് യോഗ്യനല്ല? ഒരു പ്രീസ്റ്റിൻ്റെ ആക്വലൈറ്റ് ആകാൻ, ശിഷ്യനാകാനായിട്ട് അവൻ യോഗ്യനല്ല. കാരണം എന്താണെന്നറിയാമോ? എ ഗുഡ് ആക്വലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു നല്ല ശിഷ്യൻ, നല്ല പ്രീസ്റ്റിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പുസ്തകജ്ഞാനിയായിരിക്കണം. അതായത് പുസ്തകങ്ങൾ പഠിക്കുന്നവനായിരിക്കണം, ചിത്രങ്ങൾ വരയ്ക്കുന്നവനാകരുത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, വൺ ഡേ ആഫ്റ്റർ ഹി ഹാഡ് ഡ്രോൺ സം വെരി ക്ലവർ പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ് അപ്പോൺ എ പേപ്പർ സ്ക്രീൻ. ഒരു പേപ്പർ സ്ക്രീനിൽ ഒരുപാട് പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചതിന് ശേഷം, ദ ഓൾഡ് പ്രീസ്റ്റ് സെഡ് ടു ഹിം. ഇത് കണ്ടപ്പോൾ ഓൾഡ് പ്രീസ്റ്റ്, അതായത് നമ്മുടെ വൃദ്ധ പുരോഹിതൻ അവനോട് പറഞ്ഞു, സിവിയർലി, വളരെ സീരിയസ് ആയിട്ട്, ഗൗരവത്തോടു കൂടി പറഞ്ഞു, മൈ ബോയ്, മകനെ, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. ഇനി നീ ഈ അമ്പലത്തിൽ തുടരുന്നത് ശരിയല്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്പലത്തിൽ നിന്ന് എന്ത് ചെയ്യണം, പോകണം. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നീ ഒരു നല്ല പുരോഹിതനായി മാറില്ല. പക്ഷേ പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരു പക്ഷേ നീ ആരായിട്ട് മാറുമായിരിക്കും, ഒരു നല്ല കലാകാരനായിട്ട് മാറുമായിരിക്കും. കാരണം ഒരു പ്രീസ്റ്റ് ആകാനുള്ള ക്വാളിറ്റി ഞാൻ നിന്നിൽ കാണുന്നില്ല, മറിച്ച് ഒരു മികച്ച ചിത്രകാരൻ അല്ലെങ്കിൽ കലാകാരനാവാനായിട്ടുള്ള ഒരു ക്വാളിറ്റി ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. നൗ ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. പോകുന്നതിന് മുമ്പ് ഇതാ അവസാനമായിട്ട് ഞാൻ നിനക്കൊരു ഉപദേശം തരാം, ഒരു അഡ്വൈസ് തരാം. ആൻഡ് ബി ഷുവർ യു നെവർ ഫർഗെറ്റ് ഇറ്റ്. ഒരു കാര്യം കൂടി ഓർക്കുക, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഉപദേശത്തെ ഒരിക്കലും നീ ഫർഗെറ്റ് ചെയ്യരുത്, ഒരിക്കലും നീ മറന്നു കളയരുത്. ഇതാണ് എനിക്ക് തരാനുള്ള അവസാനത്തെ അഡ്വൈസ്. എന്താണെന്നറിയാമോ? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. രാത്രിയിൽ വലിയ ഇടങ്ങളെ ഒഴിവാക്കുക, കീപ് ടു സ്മോൾ. ചെറിയ ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ചേക്കേറുക. ഇതാണ് എനിക്ക് നിനക്ക് തരാനുള്ള അവസാനത്തെ അഡ്വൈസ്. രാത്രിയിൽ വലിയ ഇടങ്ങളെ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, ചേക്കേറുക. അങ്ങനെ അവസാനത്തെ പീസ് ഓഫ് അഡ്വൈസ് നമ്മുടെ ബോയ്ക്ക് ആര് കൊടുത്തു? പ്രീസ്റ്റ് കൊടുത്തു. ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ്റ്റ് മെൻറ്റ് ബൈ സെയിങ് അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അപ്പോൾ ഇവന് കൊടുത്ത ഉപദേശം ഇതായിരുന്നു, വലിയ ഇടങ്ങളെ ഒഴിവാക്കി ചെറിയ ഇടങ്ങളിലേക്ക് ചേക്കേറുക എന്നതുകൊണ്ട് നമ്മുടെ പ്രീസ്റ്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആർക്കും മനസ്സിലായില്ല, ബോയ്ക്ക് മനസ്സിലായില്ല. ഹി തോട്ട് ആൻഡ് തോട്ട് വൈൽ ഹി വാസ് ടൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ അവേ. പോകുന്നതിന് മുന്നോടിയായിട്ട് ഹി വാസ് ടൈയിങ് അപ്പ് ഹിസ് ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. അവൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അവൻ ഭാണ്ഡം കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു, ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു, നമ്മുടെ പ്രീസ്റ്റ് അവന് നൽകിയ ഉപദേശത്തെക്കുറിച്ച്. ബട്ട് ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. പക്ഷേ എത്ര ചിന്തിച്ചിട്ടും ആ വാക്കുകളെ മനസ്സിലാക്കാനായിട്ട് ആർക്ക് സാധിച്ചില്ല? നമ്മുടെ ബോയ്ക്ക് സാധിച്ചില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. മനസ്സിലായില്ല എങ്കിൽ കൂടി രണ്ടാമത് ഒരിക്കൽ കൂടി എന്താണ് എന്ന് എടുത്തു ചോദിക്കാനുള്ള ധൈര്യവും അവനുണ്ടായില്ല. ഹി വാസ് അഫ്രൈഡ്, അവന് ഭയമായിരുന്നു, ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ, ഒന്നുകൂടി
പ്രീസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സമീപിക്കാനായിട്ട് അവന് ഭയമായിരുന്നു. എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ മാത്രമാണ് അവൻ എന്ത് ചെയ്തത് പറഞ്ഞത്. ഗുഡ് ബൈ പറയാനല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ അവന് ഭയമായിരുന്നു. അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ശുഭയാത്ര പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്തത്, നമ്മുടെ ബോയ് പിരിയുകയാണ് ചെയ്തത്. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി, വളരെ ദുഃഖിതനായിട്ട് അവൻ എന്ത് ചെയ്തു, ആ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി നടന്നു. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു, ഇനി താൻ എന്ത് ചെയ്യും എന്നോർത്ത് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അത്ഭുതപ്പെടാൻ തുടങ്ങി, അതിശയപ്പെടാൻ തുടങ്ങി, അവൻ ആധി കയറാൻ തുടങ്ങി. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. If he went straight home, നേരെ അവൻ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ he felt sure, അവന് ഒരു കാര്യം ഉറപ്പായിരുന്നു, his father would punish him, അവൻ്റെ അച്ഛൻ അവനെ എന്ത് ചെയ്യും, പണിഷ് ചെയ്യും, ശിക്ഷിക്കും. എന്ത് കാരണത്താൽ? for having been disobedient to the priest, ആരോട് ഡിസൊബീഡിയൻ്റ് ആയതുകൊണ്ട്, നമ്മുടെ പ്രീസ്റ്റിനോട് ഡിസൊബീഡിയൻ്റ് ആയതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതിന് ബോയെ ഉറപ്പായിട്ടും അച്ഛൻ എന്ത് ചെയ്യും, ശിക്ഷിക്കുമെന്ന് ബോയ്ക്ക് അറിയാമായിരുന്നു. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം, അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ പോകാനായിട്ട് ഭയമായിരുന്നു. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ്, അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്, ദാറ്റ് അറ്റ് ദി നെക്സ്റ്റ് വില്ലേജ്, തൊട്ടടുത്ത ഗ്രാമത്തിൽ 12 മൈൽസ് അവേ, കേവലം 12 മൈലുകൾ അകലെ മാത്രമുള്ള അടുത്ത ഗ്രാമത്തിൽ, ദർ വാസ് എ ബിഗ് ടെമ്പിൾ, അവിടെ ഒരു വലിയ അമ്പലം ഉണ്ടായിരുന്നു, ക്ഷേത്രം ഉണ്ടായിരുന്നു. ഹി ഹാഡ് ഹേർഡ് ദർ വെയർ സെവറൽ പ്രീസ്റ്റ്സ് അറ്റ് ദാറ്റ് ടെമ്പിൾ, അവൻ കേട്ടിട്ടുണ്ട്, എന്ത് കേട്ടിട്ടുണ്ട്, ദർ വെയർ സെവറൽ പ്രീസ്റ്റ്സ് അറ്റ് ദാറ്റ് ടെമ്പിൾ, ഒരുപാട് പ്രീസ്റ്റുകൾ ആ ടെമ്പിളിലുണ്ട്, ഒരുപാട് പുരോഹിതന്മാർ ആ അമ്പലത്തിലുണ്ട് എന്ന് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആൻഡ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് മീൻസ് ഹി ഡിസൈഡഡ്, അവൻ ഒരു കാര്യം തീരുമാനിച്ചു, ടു ഗോ ടു ദം, അവരുടെ അടുക്കിലേക്ക് പോകാനായിട്ട്, അതായത് 12 മൈൽസ് അകലെയുള്ള വില്ലേജ് ടെമ്പിളിലെ പ്രീസ്റ്റുകളുടെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദിയർ ആക്വലൈറ്റ്, എന്നിട്ട് അവനെ ആക്വലൈറ്റ് ആയിട്ട്, അതായത് അവരുടെ ശിഷ്യനായിട്ട് സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടാനും അവൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. സോ അങ്ങനെ നമ്മുടെ ബോയി നമ്മുടെ വില്ലേജ് പ്രീസ്റ്റിൻ്റെ അടുക്കൽ നിന്നും പടിയിറങ്ങി വീട്ടിലേക്ക് പോകാൻ കഴിയാതെ അവൻ പാതി വഴിയിൽ നിൽക്കുകയാണ്. അങ്ങനെ അടുത്തുള്ള വില്ലേജിലേക്ക് പോകാനായിട്ടാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തുള്ള വില്ലേജിലൊരു ടെമ്പിളുണ്ട്, ആ ടെമ്പിളിൽ ധാരാളം പ്രീസ്റ്റുകളുണ്ട്. ആ പ്രീസ്റ്റുകളുടെ അടുക്കൽ ചെന്ന് ശിഷ്യത്വം സ്വീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ ബോയി എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.